നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന്റെ ഭീതിയിൽ നിരന്തരം ജീവിക്കുന്ന ഇറാൻ ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ പുതിയ യൂണിറ്റ് സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇറാൻ വ്യോമസേനയ്ക്ക് അടുത്തിടെ റഷ്യയിൽ നിന്ന് സുഖോയ് 35 യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ലഭിച്ചിരുന്നു. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ ഇറാന് വാങ്ങാൻ കഴിയുമെന്നും അറബ് മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ വ്യോമസേനാ മേധാവി അടുത്തിടെ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. നേരത്തെ അസർബൈജാനും പാകിസ്ഥാനിൽ നിന്ന് JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിൽ മ്യാൻമർ വ്യോമസേന ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇറാൻ വ്യോമസേന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഹമീദ് വാഹിദി അടുത്തിടെയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സന്ദർശന വേളയിൽ സിന്ധു ഷീൽഡ് 2024 എയർ അഭ്യാസത്തിന് വാഹിദി സാക്ഷിയായി. പാകിസ്ഥാൻ വ്യോമസേനാ മേധാവിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. JF-17 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുക എന്നതായിരുന്നു ഇറാൻ വ്യോമസേനാ മേധാവിയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അറബ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തികച്ചും ആധുനികമെന്ന് അവകാശപ്പെടുന്ന JF-17 ബ്ലോക്ക് 3യിലാണ് ഇറാൻ ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പും സഹകരിച്ചാണ് JF-17 നിർമ്മിച്ചത്. ഇതിനിടെ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനി ഫോർഡിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിറഞ്ഞ ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റുകൾ. ഫോർഡ് മോട്ടോർ കമ്പനി എന്ന എക്സ് അക്കൗണ്ടിലാണ് ഇസ്രായേലിനെ വിമർശിച്ചും ഫലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ചുമുള്ള കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഏറെ ചർച്ചയായതിനു പിന്നാലെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയും അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് ഔദ്യോഗികമായി വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനി. ലോകത്തിലെ മുൻനിര ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തുടരെ പ്രത്യക്ഷപ്പെട്ട ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റുകളാണ് ആളുകൾക്കിടയിൽ ആശ്ചര്യമുണർത്തിയത്. ഫലസ്തീനെ സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. പിന്നാലെ ഇസ്രായേൽ ഭീകര രാഷ്ട്രമാണെന്നും മറ്റൊരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. എല്ലാ കണ്ണുകളും ഗാസയിൽ എന്നായിരുന്നു ഒടുവിലത്തെ പോസ്റ്റ്. പോസ്റ്റുകൾ വൈറലായതിനു പിന്നാലെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന വിശദീകരണം പുറത്തിറക്കുകയായിരുന്നു കമ്പനി. അവസാനത്തെ 3 പോസ്റ്റുകൾ ഫോർഡ് പോസ്റ്റ് ചെയ്തതല്ല, കമ്പനി ചുമതലപ്പെടുത്തിയിട്ടതുമല്ല. ഫോർഡ് മോട്ടോർ കമ്പനിയുടെ കാഴ്ചപ്പാടുമല്ല പോസ്റ്റുകളിലുള്ളത്. സംഭവത്തെക്കുറിച്ച് ഫോർഡും എക്സും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഔദ്യോഗിക ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത വിശദീകരണക്കുറിപ്പിൽ അറിയിച്ചു. സ്ഥാപകന്റെ ജൂതവിരുദ്ധതയും ഫോർഡിന്റെ ഇസ്രായേൽ ബന്ധവും കമ്പനി സ്ഥാപകൻ ഹെൻറി ഫോർഡ് നടത്തിയ ജൂത വിമർശനങ്ങളെ തുടർന്ന് അദ്ദേഹം സെമിറ്റിക് വിരുദ്ധനാണെന്ന് നേരത്തെ തന്നെ പ്രചാരണം ശക്തമാണ്. എല്ലാ തിന്മകൾക്കും കാരണം ജൂതന്മാരും ജൂത മുതലാളിമാരുമെന്നായിരുന്നു ഒരിക്കൽ ഫോർഡ് വിമർശിച്ചത്. യുദ്ധങ്ങൾ സൃഷ്ടിച്ചതും അമേരിക്കയിലെ കൊള്ളയ്ക്കും കവർച്ചയ്ക്കുമെല്ലാം പിന്നിലും ജൂതന്മാരാണ്. നാവികസേനയുടെ കാര്യക്ഷമത കുറഞ്ഞതിന് പിന്നിലും അവരാണെന്നെല്ലാം അദ്ദേഹം ആരോപണമുയർത്തിയിരുന്നതായി അമേരിക്കൻ ചാനൽ PBS റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1918 സ്വന്തമാക്കിയ ദി ഡിയർബോൺ ഇൻഡിപെൻഡന്റ് പത്രത്തിലൂടെയും ഹെൻറി ഫോർഡ് ജൂത വിമർശനം തുടർന്നിരുന്നു. പത്രം ഏറ്റെടുത്ത് 1 വർഷം പിന്നിട്ടപ്പോൾ അമേരിക്കയെ ബാധിക്കുന്ന ജൂത ഗൂഢാലോചനകൾ എന്ന പേരിൽ ലേഖന പരമ്പരകൾ പ്രസിദ്ധീകരിച്ചു. തുടർച്ചയായി 3 മാസത്തോളം ജൂത വിമർശനവുമായി ലേഖനങ്ങൾ വന്നു. പിന്നീട് ഇതെല്ലാം സമാഹരിച്ച് ദ ഇന്റർനാഷണൽ ജ്യൂ എന്ന പേരിൽ പുസ്തകം പുറത്തിറക്കുകയും 5 ലക്ഷത്തോളം വരിക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയുണ്ടായി. ഇതിന്റെ പേരിൽ ഹെൻറി ഫോർഡിനെതിരെയും ഫോർഡ് മോട്ടോർ കമ്പനിക്കെതിരെയും ജൂത സംഘടനകൾ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.